ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. V3 ഫോം, വേർബിൻ്റെ V3 ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ് ആണ്. V3 ഫോമിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് യൂസസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസസ് ഒന്ന് നോക്കൂ. ദ ചെയർ ഈസ് ബ്രോക്കൺ, ദ ചെയർ ഹാസ് ബ്രോക്കൺ, ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ, ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ. ഇവിടെ 4 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ സെൻറ്റൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നും, ഓ ഇതെല്ലാം ഒരേപോലെയാണല്ലോ, ഇതിൻ്റെ മീനിങ്ങും ഒരേപോലെ തന്നെ ആവും എന്ന്. പലർക്കും അങ്ങനെ തോന്നും. പക്ഷേ ഈ 4 സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചർ വളരെ ഡിഫറെൻ്റാണ്. ഈ 4 സെൻറ്റൻസിൻ്റെയും മീനിങ്സ് വളരെ ഡിഫറെൻ്റാണ്. ഇതെല്ലാം ഓരോ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ തന്നെയാണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദ ചെയർ ഈസ് ബ്രോക്കൺ. നോക്കൂ, ഈസ് ബ്രോക്കൺ. ഈസ് എന്നതിന് പകരം നമുക്ക് ആർ ബ്രോക്കൺ, ആം ബ്രോക്കൺ എന്നൊക്കെ ആവാം സബ്ജക്റ്റ് അനുസരിച്ച്. ഇവിടെ ദ ചെയർ സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ദ ചെയർ ഈസ് ബ്രോക്കൺ. ഇവിടെ ഈസ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രോക്കൺ. ഒരു വേർബിൻ്റെ V3 ഫോമാണത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ബ്രേക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ദ ചെയർ ഈസ് ബ്രോക്കൺ. എന്താണ് അതിൻ്റെ മീനിങ്? ഈ ഒരു ലെസണിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. റിട്ടൺ, ബ്രോക്കൺ, ടോൺ, യൂസ്ഡ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഇതൊക്കെ ചില വേർബ്സിൻ്റെ V3 ഫോമാണ്. അത് V3 ഫോം തന്നെയാണ്. ബ്രേക്ക് എന്ന വേർബിൻ്റെ V3 ഫോമാണ് ബ്രോക്കൺ. റൈറ്റ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് റിട്ടൺ. ടെയർ എന്ന വേർബിൻ്റെ V3 ഫോമാണ് ടോൺ. യൂസ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് യൂസ്ഡ്. ഇതൊക്കെ V3 ഫോം ആണെന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ V3 ഫോംസിന് ചിലപ്പോൾ അജക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനും പറ്റും. അജക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അജക്റ്റീവ്? ഇപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക്, നാമവിശേഷണം, അതാണ് അജക്റ്റീവ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ആ സാരി എങ്ങനെയുണ്ട്? നൈസ് എന്ന് പറയും. നൈസ്, നൈസ് എന്ന വാക്ക് സാരിയെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നൈസ് എന്നത് അജക്റ്റീവാണ്. എങ്ങനെയുണ്ട് ആ വീട്? ഓ ബ്യൂട്ടിഫുൾ ഹൗസ്. ബ്യൂട്ടിഫുൾ, അപ്പോൾ ഹൗസ്, ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കാണ് അജക്റ്റീവ്. എങ്ങനെയുണ്ട് ആ കുട്ടി? സ്മാർട്ട് ബോയ്. സ്മാർട്ട് എന്ന്, അപ്പോൾ സ്മാർട്ട് എന്ന വാക്ക് ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് സ്മാർട്ട്. ഇതുപോലെ ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ഒക്കെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെ നാമവിശേഷണം അല്ലെങ്കിൽ അജക്റ്റീവ് എന്ന് പറയും നമ്മൾ. V3 ഫോംസിന് ഇപ്പോൾ നമ്മൾ റിട്ടൺ, ടോൺ, യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ അജക്റ്റീവ് ആയിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അജക്റ്റീവ് എന്ന് പറയുമ്പോൾ നല്ലത്, അതല്ലെങ്കിൽ മോശമായത്, അതല്ലെങ്കിൽ മനോഹരമായത്, ഇതൊക്കെ അജക്റ്റീവ്സ് ആണ്. ബ്രോക്കൺ എന്ന് പറഞ്ഞാലോ പൊട്ടിയത്, റിട്ടൺ എന്ന് പറഞ്ഞാലോ എഴുതിയത്, ടോൺ എന്ന് പറഞ്ഞാൽ കീറിയത്, യൂസ്ഡ് ഉപയോഗിച്ചത്, ഇതൊക്കെ ഒരു അജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്ക് അതൊക്കെ തേർഡ് ഫോം, ഒരു വേർബിൻ്റെ തേർഡ് ഫോം ആയിട്ട് ഉപയോഗിക്കാമല്ലോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ അത് ഒരു V3 ഫോമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിട്ടൺ എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ടത്, യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കപ്പെട്ടത്, ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കപ്പെട്ടത് എന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ ആരോ പൊട്ടിച്ചത് എന്നുള്ള മീനിങ്ങിലാണ് ബ്രോക്കൺ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാവും. ആദ്യത്തെ സെൻറ്റൻസ്, ദ ചെയർ ഈസ് ബ്രോക്കൺ. ഇവിടെ ഇപ്പോൾ ദ ചെയർ ഈസ് ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ചെയർ പഴയതാണ്. ദ ചെയർ ഈസ് ന്യൂ എന്ന് പറഞ്ഞാൽ ആ ചെയർ പുതിയതാണ്. ദ ചെയർ ഈസ് വെറ്റ് എന്ന് പറഞ്ഞാൽ ആ ചെയർ നനഞ്ഞതാണ്. ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ദ ചെയർ ഈസ് ബ്രോക്കൺ, ആ ചെയർ പൊട്ടിയതാണ് എന്നാണ് മീനിങ്. ചെയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദ ചെയേഴ്സ് ആർ ബ്രോക്കൺ എന്ന് പറയാം. ഇനി അതൊക്കെ പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ദ ചെയർ വാസ് ബ്രോക്കൺ, ദ ചെയേഴ്സ് വേർ ബ്രോക്കൺ എന്നൊക്കെ. അവിടെ പൊട്ടിയത്, അവിടെ അജക്റ്റീവാണ്. ഇനി ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ നമുക്കൊരു പാസീവ് ഫോമിലെ സെൻറ്റൻസ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. പാസീവ് വോയിസിലെ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് സിമ്പിൾ ടെൻസിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈസ് പ്ലസ് V3 അല്ലേ ഉപയോഗിക്കുന്നത്? ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈസ് പ്ലസ് V3 അല്ലെങ്കിൽ ആം പ്ലസ് V3 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി, ആ കുട്ടി ചെയർ പൊട്ടിക്കാറുണ്ട്. സാധാരണ ആ കുട്ടി ചെയറൊക്കെ ബ്രേക്ക് ചെയ്യണ കുട്ടിയാണ്. അങ്ങനെയെങ്കിൽ എ ബോയ്
ബ്രേക്സ് ദ ചെയർ. ഒരു കുട്ടി ആ ചെയർ പൊട്ടിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ അതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ദ ചെയർ ഈസ് ബ്രോക്കൺ ബൈ ദ ബോയ് എന്നല്ലേ പറയുക. അപ്പോൾ ദ ചെയർ ഈസ് ബ്രോക്കൺ, ആ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് മീനിങ് ഡിഫറൻ്റ് ആണ്. ഒരു കുട്ടി ചെയർ പൊട്ടിക്കാറുണ്ട് എന്നതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റിയിട്ടാണ് ദ ചെയർ ഈസ് ബ്രോക്കൺ ബൈ ദ ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ഒരു പാസീവ് ഫോമിലുള്ള പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസും ആകാം. അതേസമയം ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ആ ചെയർ പൊട്ടിയതാണ് എന്ന മീനിങ്ങും ഉപയോഗിക്കാം. പക്ഷേ ഏതാണ് മീനിങ് എന്നത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ചെയറിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ ചെയർ പൊട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഓ, ഡോണ്ട് സിറ്റ് ദർ, ഡോണ്ട് സിറ്റ് ദർ, ദ ചെയർ ഈസ് ബ്രോക്കൺ. അവിടെ എന്താണ് ദ ചെയർ ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ദ ചെയർ, ആ ചെയർ പൊട്ടിയതാണ് എന്ന മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രോക്കൺ എന്ന ആ ഒരു വേർഡ്, ആ V3 ഫോം അവിടെ അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ദ ചെയർ ഹാസ് ബ്രോക്കൺ. നമ്മുടെ അടുത്ത സെൻറ്റൻസ് അതല്ലേ, ദ ചെയർ ഹാസ് ബ്രോക്കൺ. ദ ചെയർ ഹാസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ആ ചെയർ പൊട്ടിയിട്ടുണ്ട് എന്നാണ്. സാധാരണ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം അല്ലേ ഉപയോഗിക്കുന്നത്. അതാണ് ദ ചെയർ ഹാസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ആ ചെയർ പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ, ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ എന്ന് പറയുമ്പോൾ ആ ചെയർ പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്, ആരോ പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഹാസ് ബീൻ അതൊരു പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഒരു കുട്ടി ആ ചെയർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ബോയ് ഹാസ് ബ്രോക്കൺ ദ ചെയർ അല്ലേ, അതിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ എന്നല്ലേ പറയുക. അപ്പോൾ അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ആ ചെയർ പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. സംബഡി ഹാസ് ബ്രോക്കൺ ദ ചെയർ, സംബഡി ഹാസ് ബ്രോക്കൺ ദ ചെയർ. ആ സംബഡി ആരാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. ദ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ, ലെറ്റർ വേറെ ആരോ എഴുതിയിട്ടുണ്ട് എന്നല്ലേ, അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ദ ഫോം ഹാസ് ബീൻ ഫിൽഡ്, ആ ഫോം ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഹാസ് ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഹാവ് ബീനും ഉപയോഗിക്കാം, അത് സബ്ജക്റ്റ് അനുസരിച്ച്. അപ്പോൾ ഒരു പാസീവ് വോയിസിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് V3 ആണ്. അതാണ് ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. ഇനി അടുത്ത സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസ്, ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ. ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ, ഞാൻ ആ ചെയർ പൊട്ടിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം, അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ, ഞാൻ ആ ചെയർ പൊട്ടിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഗോൺ, ഐ ഹാവ് ഈറ്റൻ ദ ഫുഡ്. ഷീ ഹാസ് കുക്ക്ഡ് ദ ഫുഡ്. ഇതൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്, ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസ്. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ്. ഇതുപോലെ ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഒന്നുകൂടി നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദ ചെയർ ഈസ് ബ്രോക്കൺ. ആ ചെയർ പൊട്ടിയതാണ്. ദ ചെയർ ഹാസ് ബ്രോക്കൺ, ആ ചെയർ പൊട്ടിയിട്ടുണ്ട്. ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ, ആ ചെയർ പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് വേറെ ആരോ അത് പൊട്ടിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ മലയാളത്തിൽ പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും പറയാറില്ല, അത് ആരോ പൊട്ടിച്ചിട്ടുണ്ട് എന്ന മീനിങ്ങിലാണത് പറയുന്നത്. അതാണ് ദ ചെയർ ഹാസ് ബീൻ ബ്രോക്കൺ. അടുത്തത് ഐ ഹാവ് ബ്രോക്കൺ ദ ചെയർ, ഞാൻ ആ ചെയർ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കൃത്യമായി അത് ഏതെല്ലാം കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.